കവലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം സമൂഹത്തിൽ പുരുഷന് പുല്ലുവിലയോ. പെൺവാണിഭങ്ങളും സ്ത്രീ പീഡനങ്ങളും തോരാ മഴ പോലെ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ഒരു പുരുഷ പീഡനം നടന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലേ? ഞാനും വിശ്വസിച്ചില്ല, പക്ഷേ അത് വിശ്വസിച്ചേ മതിയാകൂ. കാരണം ഇത് നടന്നിരിക്കുന്നത് മറ്റെങ്ങുമല്ല, നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടായ ഈ കേരളത്തിൽ തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മന്മഥൻ കവലയിലേക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രമുഖരെ നമുക്ക് പരിചയപ്പെടാം. ഈ കേസിന്റെ അന്വേഷണ ചുമതല വഹിക്കുന്ന SI മൊയ്തു സാർ, പുരുഷന്മാരുടെ സുരക്ഷയ്ക്കായി പുതിയതായിട്ട് രൂപം കൊണ്ട പുരുഷ കമ്മീഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കോയ സാഹിബ്. അവിടെ ഇരുന്നാൽ മതി, പരിചയപ്പെടുത്തിയതാണ്. സ്ത്രീ ശാക്തീകരണ സമിതിയുടെ അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് സുഗതൻ രണ്ടരക്കണ്ടി. ക്ഷമിക്കണം, സുഗതൻ അഞ്ചരക്കണ്ടി. ഒരു അക്കം കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാലോ. ഈ കേസിലെ മുഖ്യ ഇര, നമുക്ക് അങ്ങനെ തന്നെ വിശേഷിപ്പിക്കാം, പുരുഷ ഇര, ഓട്ടോ ഡ്രൈവർ കൂടിയായ സത്യശീലൻ. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ കേസിന് കാരണക്കാരെന്ന് പറയപ്പെടുന്ന രണ്ട് വനിതകൾ, പ്രമുഖ ഫാഷൻ ഡിസൈനേഴ്സ് മണ്ടോദരി, ശ്യാമള. സത്യശീലൻ എന്ന് പറയുന്ന ഈ പാവം ഓട്ടോ ഡ്രൈവറുടെ ഓട്ടോറിക്ഷ ഈ രണ്ട് വനിതകൾ ചേർന്ന് ഓട്ടം വിളിച്ചു കൊണ്ടുപോയി പകുതി വഴിയിൽ വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഈ കേസ്. ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള SI മൊയ്തു സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. സാർ, ഈ വിഷയം സാർ എങ്ങനെ നോക്കിക്കാണും? സ്ത്രീകളെ പീഡിപ്പിച്ച ഒരുപാട് കേസുകൾ നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു പുരുഷനെ പീഡിപ്പിച്ച ഒരു കേസ് ആദ്യമായിട്ടാണ് നമ്മുടെ സ്റ്റേഷനിൽ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ അവസാനം അയാൾ തെറ്റുകാരനാണോ അല്ലെങ്കിൽ ഇവരാണോ തെറ്റുകാരെന്നുള്ളത് നമ്മൾ തെളിയിക്കും. ശ്രീ കോയ സാഹിബ്, ഈ വളരെ മാന്യനും വളരെ സൗമ്യനും സത്യസന്ധനുമായ ഒരാളാണ് ഈ സത്യശീലൻ എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ആണല്ലോ. അയാൾക്കെതിരെ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായപ്പോൾ അത് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? പിന്നെ പ്രസിഡന്റ് അല്ലേ, പ്രസിഡന്റ് പറയും. എന്താ പറഞ്ഞു? ഈ സത്യശീലൻ എന്ന് പറയുന്ന മാന്യനായ ഈ വ്യക്തിക്ക് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ കുറിച്ച്, അതിനെക്കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അത് കയ്യിലിരിപ്പന്നെ, കയ്യിലിരിപ്പന്നല്ല, ഇയാളുടെ കയ്യിലിരിപ്പ. ഇയാളുടെ ഇയാളെ തല്ലി തമ്പോറാക്കില്ല. ഈ ഒന്നിന് മാത്രം വന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലി തമ്പോറാക്കില്ല. ഓരോ കയ്യിലിരിപ്പ് നന്നല്ല. അല്ലെങ്കിൽ ജാതി പണി കാണിക്കോ സാറങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പുറത്തുള്ള ആണുങ്ങളെ തല്ലാളൊരു ചങ്കൂറ്റം പെണ്ണുങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ നാടിന്റെ സ്ഥിതി? എന്റെ വീട്ടിലൊക്കെ 4 ആണുങ്ങൾ ഉമ്മർത്തുണ്ടെങ്കിൽ അടക്കളയെന്ന് പുറത്തേക്ക് പെണ്ണുങ്ങൾ വരില്ല. ആ ജാതി കുടുംബത്തിൽ ജീവിക്കണ ആളാണ് ഞാൻ. എന്താ ചോക്കണത്?